ബിഗ് ബോസ് സീസൺ 6 ലൈവില് ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ്. ജിൻഡോ നമ്മുടെ ശരണ്യയുടെ അടുത്ത് പറയുവാണ്, ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ജാസ്മിൻ ജാഫറുമായിട്ട് ഗബ്രിക്ക് ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ടെന്ന് സംശയമുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ശരണ്യ ആനന്ദ് ഓൾറെഡി പറയുന്നുണ്ട്, പിന്നെ ഈ കുട്ടിക്ക് എന്നെ ഒന്നും നേരത്തെ അറിയത്തില്ല, പിന്നെ ഇപ്പോൾ ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്, അപ്പോഴേക്ക് ഒരു റിലേഷൻ കാര്യങ്ങളൊക്കെ ആകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശരണ്യ. അപ്പോൾ ജിൻഡോ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി അങ്ങനെ ഒരു ടോക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ്. അതായത് ഓൾറെഡി ജാസ്മിൻ ജാഫർ ഗബ്രി ആയിട്ട് റിലേഷനിലാണോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ബോയ്സിൻ്റെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് ജിൻഡോ പറയണത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം പുറത്തും ഞാൻ ലൈവ് കാണുന്ന സമയത്ത് ലൈവ് ചാറ്റിലാണെങ്കിലും ചില സ്ഥലത്തൊക്കെയും ഈ ഒരു സംഭവം ഓൾറെഡി പുറത്തും ചർച്ചയായ ഒരു വിഷയം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇനി എന്തില്ല എന്ന് പറഞ്ഞാലും ഈ നമ്മൾ സ്വാഭാവികമായിട്ടും ദിൽഷ, റോബിൻ, പ്ലസ്ലി അല്ലെങ്കിൽ ദിൽഷൻ്റെ റോബിൻ്റെ ഒക്കെ ഒരു ട്രാക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തിപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങോട്ടേക്ക് എങ്ങനെയാണ് പോകുന്നത്. കാരണം ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ഒരു സംഭവം പടർന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായാലും ഒരു ചർച്ചാ വിഷയമാകാനുള്ള ചാൻസ് അവിടെ എന്തായാലും കാണുന്നുണ്ട്. ബിഗ് ബോസിൽ ഒരു കാര്യം നമ്മൾ പറയണത്, അത് സീക്രട്ട് ആയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും, പക്ഷെ നമുക്കത് സീക്രട്ട് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം പറയണ സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് എന്തായാലും നാളെ ബാക്കിയുള്ളവരുടെ ചെവിയിലും എത്തും. ഇത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കാത്ത ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ളവരുടെ ഉള്ളിലും ഇങ്ങനൊരു സംഭവം തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ഓൾറെഡി തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് വലിയൊരു മാറ്ററായിട്ട് മാറും. ഗബ്രിക്ക് ചിലപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണോ ഇനി എന്താണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും അടുത്തത് കണ്ടപ്പോൾ അവർ കൂടുതലും ഒരുമിച്ചാണ് നടക്കുന്നത്, ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും തോന്നുന്നൊരു കാര്യമാണ് ഇവർ തമ്മിൽ ലവ് ട്രാക്ക് ആണോ എന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള ചാൻസ് ഉണ്ട്. ലവ് ട്രാക്ക് എന്നുള്ളൊരു രീതിയിൽ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. കാരണം ഒരിക്കലും പുറത്ത് ഈ ഗബ്രിക്ക് ഉണ്ടായാൽ പോലും ജാസ്മിൻ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പുറത്തുനിന്ന് വന്നിട്ട് അങ്ങനെ ഒരു ട്രാക്ക് പിടിക്കുന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് അവരുടെ ഒന്നും കാര്യവും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് അവിടെ പോയിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അവർ ഗെയിമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് പോണ സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള അവിടെ ഏത് തരത്തിലുള്ള ഗെയിം കളിക്കണം തീരുമാനിക്കുന്നത്. അവിടെ പോയ ശേഷം നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടാണ്, അവർ ഭയങ്കരമായിട്ട് ഇതാണെന്നൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ദിൽഷ, റോബിൻ എന്ന പോലെ ഒരു കോംബോ ആയിട്ട് പുറത്തിറങ്ങിയേക്കാം. നമുക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്, നാളെ എന്ത് സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ചിലപ്പോൾ ജാസ്മിൻ അറിഞ്ഞിട്ട് നാളെ ഒരു അടിയും ഉണ്ടാകാം, എന്തും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതിന്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ